ഇതേ എന്താണെന്നറിയാമോ, ഇത്തിരി ചക്ക, കുഞ്ഞു ചക്ക ഉണ്ടല്ലോ, അത് അവിച്ചതാണേ. അപ്പോൾ ഇത് ഞാൻ കാണിച്ച എന്താ, ഇത് ഞാനൊരു തോരൻ വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് കാണിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് സാധാരണ നമ്മൾ അമ്മിയിൽ വെച്ചിങ്ങനെ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞു പാത്രത്തിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു ചോപ്പറിലിട്ട് ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇതാ ഈ ചോപ്പറിൻ്റെ നടുക്കായിട്ട് ആ ബ്ലേഡ് വെച്ചിട്ട് ഞാനൊന്ന് വാരിയിടട്ടെ. ഇതാ ഫുൾ ഞാൻ വാരിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമേ. ഇതൊന്ന് അടക്കട്ടെ. ഇതാ ഒന്ന് അടച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമേ. ഇനി നമുക്കൊന്ന് നോക്കാവേ. ഇതൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, ഈ ബ്ലേഡ് അങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിക്കേ, നല്ല കുഞ്ഞായിട്ട് ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലൊന്ന് തട്ടി കാണിച്ചു തരാമേ. നോക്കിക്കേ, നല്ല നൈസായിട്ട് നമുക്ക് തോരത്തിന് അരിഞ്ഞെടുത്തതുപോലെ, അല്ലെങ്കിൽ ഇടിച്ചെടുത്തതിനേക്കാളും കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ബീട്രൂട്ടായാലും വാഴക്കൂമ്പായാലും ക്യാബേജ് ആയാലും ക്യാരറ്റ് ആയാലും എന്തായാലും ഈ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തോരത്തിനുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും കാണും. എല്ലാം ചിലപ്പോൾ ഇല്ലാത്തവരുടെ വീടുണ്ടെങ്കിൽ ഇതൊന്ന് തീർച്ചയായും വാങ്ങി വെക്കണേ. നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ചോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ.